സുഹൃത്തുക്കളെ, ഇപ്പോൾ 2026 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് ശേഷം ചില മാധ്യമങ്ങൾ വലിയ ആഘോഷത്തിലാണ്. ഇടതുപക്ഷത്തിന് തിരിച്ചടി കിട്ടിയതിനെ അവർ ഇന്ത്യയിൽ ഇനി നവഫാസിസത്തെ ആരും തടയാനില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ മാത്രമല്ല, അപകടകരമായ ഒരു തെറ്റിദ്ധാരണ കൂടിയാണ്. ഇന്ന് ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നം ഒരു പാർട്ടിയുടെ വിജയമോ പരാജയമോ മാത്രമല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യ അടിത്തറ തന്നെ തകർക്കപ്പെടുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലമാക്കപ്പെടുന്നു, പാർലമെൻറ്റിൻ്റെ പ്രാധാന്യം കുറയുന്നു, അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയായുധങ്ങളാകുന്നു, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നു, മതവിദ്വേഷവും അതോടൊപ്പം തന്നെ ഭീതിയും സമൂഹത്തിൽ പരത്തപ്പെടുന്നു. ഇതെല്ലാം യാദർച്ഛികമല്ല, ഒരു പദ്ധതിപരമായ രാഷ്ട്രീയമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഇന്ന് നവഫാസിസത്തെ എതിർക്കുന്ന പല പ്രതിപക്ഷ പാർട്ടികളും സാമ്പത്തിക കാര്യങ്ങളിൽ അതേ ഉദാരവൽക്കരണ നയങ്ങളെയാണ് പിന്തുടരുന്നത്. ഇപ്പോൾ സ്വകാര്യവൽക്കരണം, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ കുറയ്ക്കൽ, ഇതിൽ വലിയ വ്യത്യാസം അവർ കാണിക്കുന്നില്ല. അതിനാൽ അവർ നവഫാസിസത്തിൻ്റെ ഒരു രാഷ്ട്രീയ രൂപത്തെ എതിർക്കുമ്പോഴും അതിനെ വളർത്തുന്ന സാമ്പത്തിക അടിത്തറയെ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ തൊഴിലില്ലായ്മ ഉയരുന്നു, കർഷകർ പ്രതിസന്ധിയിലാവുന്നു, തൊഴിലാളികൾക്ക് സുരക്ഷയില്ല, സമ്പത്ത് കുറച്ച് ആളുകളുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. ഈ അസമത്വവും ഒരു സുരക്ഷിതത്വമില്ലായ്മയും ജനങ്ങളിൽ വലിയ അസന്തോഷം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ആ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം നവഫാസിസ്റ്റ് രാഷ്ട്രീയം ജനങ്ങളുടെ കോപത്തെ മതവിദ്വേഷത്തിലേക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിലേക്കും തിരിക്കുന്നു. അതാണ് അവരുടെ തന്ത്രം. അതുകൊണ്ടാണ് നവഫാസിസത്തെ വെറും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രം തോൽപ്പിക്കാനാവില്ല എന്ന് പറയുന്നത്. അതിനെ നേരിടാൻ തൊഴിലാളികളുടെയും കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഐക്യം വേണം. ഇവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം ഉയരുന്നത്. ഇന്ത്യയിൽ തൊഴിലാളി അവകാശങ്ങൾക്കായും ഭൂസമരങ്ങൾക്കായും പൊതു വിദ്യാഭ്യാസത്തിനായും മതനിരപേക്ഷക്കായും ജാതിവിരുദ്ധ പോരാട്ടങ്ങൾക്കായും ജനാധിപത്യ അവകാശങ്ങൾക്കായും ഏറ്റവും സ്ഥിരമായി പോരാടിയ ശക്തി ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി നിയമസഭയിലെ സീറ്റുകളിൽ മാത്രം അളക്കാനാവില്ല. അതിൻ്റെ യഥാർത്ഥ ശക്തി ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളിലാണ്. ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി വന്നിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം ഇല്ലാതാകുന്നില്ല. മറിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ കൂടുതൽ ശക്തമായ ജനാധിപത്യ ഇടതുപക്ഷ ഐക്യം അനിവാര്യമാണ് എന്ന മുന്നറിയിപ്പാണ് അത് നൽകുന്നത്. ഇന്ന് ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ശക്തമായ ഒരു ഇടതുപക്ഷമില്ലാതെ ഇന്ത്യൻ ജനാധിപത്യത്തിനെ, നവഫാസിസത്തെ പ്രതിരോധിക്കാനാവുമോ? ചരിത്രം പറയുന്നത് അത് സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും തൊഴിലാളി അവകാശങ്ങളെയും സാമൂഹ്യനീതിയെയും സംരക്ഷിക്കാൻ എല്ലാ പുരോഗമന ശക്തികളും ഒന്നിക്കേണ്ട സമയമാണിത്.